നമ്മളിതാ ശംഖുമുഖത്തെത്തി. ഞങ്ങൾ ശംഖുമുഖം എത്തിയപ്പോഴേക്കും 4:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഓണം പരിപാടി നടക്കുക, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് പ്രോഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു, ഓണത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ഇവിടെയൊക്കെ നടന്ന് ചുമ്മാ എല്ലായിടവും ഇങ്ങനെ ചുറ്റിക്കണ്ട്. ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ എന്തോ പോകാൻ പാടില്ല എന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ നിന്നില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 4 പേരും തളർന്ന് റെഡിയായി. ഇപ്പോൾ ഒട്ടും വയ്യായിരുന്നു, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫുഡും കഴിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ എല്ലായിടവും ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ അപ്പുറത്തൊരു കോവിൽ കണ്ടില്ലേ, അവിടെയായിട്ട് ഇങ്ങനെ ഓണം പ്രമാണിച്ച് ഇവിടെ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും വരുത്തിക്കായി, എനിക്ക് അവിടെ പോയി കളിക്കണം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. പിന്നെ എന്തായാലും നമ്മൾ അങ്ങോട്ടൂടെ കയറിയിട്ട് അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പറ. അമ്മ ഒന്ന് കഴിച്ചു. സ്പൂൺ കൊണ്ടിട്ട് അച്ഛൻ എന്താണ്, കൊള്ളാമോ? ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞങ്ങളങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. കാരണം ഒന്നാമത് ചൂട്, ഭയങ്കര വെയിലും ഭയങ്കര ചൂടായിരുന്നു. അതിൽ കൂടെ തലവേദന, ഈ മുടിയും കൂടെ പിരുത്തിയിട്ടിരുന്നതുകൊണ്ട് പറയണ്ട, എനിക്ക് എല്ലാം കൂടെ ഇങ്ങനെ ഒരു വട്ട് പിടിച്ചൊരവസ്ഥയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിയാൽ മതി ആ ഒരു നിമിഷം തോന്നി. പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ തലവേദനയുടെ മരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കഴിച്ച്. ഞാൻ അങ്ങനെ ഗുളികയൊന്നും കഴിക്കാറില്ല പൊതുവേ. പിന്നെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയപ്പോൾ ഞാൻ വേഗം എടുത്തൊരു ഗുളിക കഴിച്ചപ്പോഴേക്കും ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തലവേദന മാറി. പെയിൻ കില്ലർ കഴിക്കുന്നത് അത്ര നല്ലതല്ല, ഇങ്ങനെ നമുക്ക് തലവേദനയൊക്കെ വരുമ്പോൾ അങ്ങനെ കഴിക്കണത് അത്ര നല്ലതല്ല ശരീരത്തിന്. എങ്കിലും എനിക്കപ്പോൾ പിടിച്ച് നിൽക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും സഹിച്ചൊരു മരുന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്നിങ്ങനെ കളിക്കാൻ, നമ്മളിങ്ങനെ ഇതൊരു കളിയാണ്. അവിടെ നമ്മളിങ്ങനെ ബോൾ ഇടണം. 6 ബോൾ എന്തോ ഏത് നമ്പറിലാണോ വീഴുന്നത് ആ നമ്പേഴ്സൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് കാണുമല്ലോ, ആ ഒരു എമൗണ്ട്, പക്ഷെ ആ ഒരു നമ്പർ ഇതിലെവിടെയാണോ വരുന്നത് ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടും.
അവർ നമുക്ക് കിട്ടുന്ന ആ കാൽക്കുലേറ്റ് ഇത് കിട്ടുന്ന നമ്പർ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതൊന്ന് കളിച്ചപ്പോഴേക്കും എൻ്റെ ശ്രദ്ധ മാറി. ഇതിലോട്ട് മാറിയപ്പോഴേക്കും ആ തലവേദന ഒന്ന് ഞാൻ ഇങ്ങനെ മറന്ന് ഇതിലോട്ടങ്ങ് ശ്രദ്ധ മാറിയപ്പോഴേക്കും കുറച്ചൊന്ന് ഒരാശ്വസിച്ച്. പിന്നെ ആയപ്പോഴേക്കും എനിക്ക് തലവേദന ഒന്ന് ഓക്കെ, മരുന്നും കൂടെ കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലവേദനയൊക്കെ ഒന്ന് മാറി, ഞാൻ കുറച്ചൊന്ന് ഉഷാറായി. എങ്കിലും നമുക്ക് ആ ഒരു വെയിലൊക്കെ അടിക്കുമ്പോൾ, എനിക്ക് പൊതുവെ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറ്റൂല. ഇങ്ങനെ വെയിൽ കുറേ അടിക്കുമ്പോഴേക്കും എനിക്ക് ഓരോ ഇഷ്യൂസ് വരും അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കളിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ആ ഒരു ശ്രദ്ധയൊക്കെ മാറിയപ്പോഴേക്കും ഓക്കെ ആയി. പിന്നെ ആ തലവേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് റെഡിയായി. ഇനി അടുത്തത് ഇവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കുറേ നേരം ആഗ്രഹിച്ച് ശിവികിത അവൾ കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം, ഒരാൾക്ക് 80 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട്. ഒരുത്തി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കളിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ഇതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ സന്തോഷത്തിലൊക്കെയാണ്. ചെറുതായിട്ടൊരു പേടിയുണ്ട്, എങ്കിലും ആ ഒരു ഇതിലങ്ങ് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. വലിയ ആകാംക്ഷയിലൊക്കെ ഒരാൾ പോയി ഇരുന്നതാണ്. പക്ഷെ പാവം അവിടെ നിൽക്കുന്ന ആളുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് തലയിൽ ഇതാ ഒരു ഇടി ഇട്ടി. പിന്നെ എങ്ങനെയെങ്കിലും അത് അവൾ സഹിച്ച് തലയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് അവിടെ ഇരുന്ന്. ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമുള്ള കൊച്ചു പിള്ളേരുടെയൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ, ഒന്നും അവർ ശ്രദ്ധിക്കാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. വല്ലയിടവും നോക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നല്ല രീതിയിൽ അവൾക്ക് വേദനിച്ച്. പിന്നെയും ആ ഒരു ഇതിൻ്റെ ത്രില്ലിൽ അവളത് പിന്നെ അങ്ങ് കാര്യമാക്കാൻ നിന്നില്ല.
തോന്നണേ. അതില് കയറണ അതില് അങ്ങനെ ഒരിതിൽ കളിച്ച് വന്നപ്പോഴേക്കും ഒരാളുടെ കിളിയൊക്കെ പോയി. നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എങ്കിലും ചെറിയൊരു പേടി ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഒരിതിലൊന്നും കയറാൻ നിന്നില്ല. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് വേണ്ട, ഇനിയിപ്പോൾ എത്രത്തോളം തന്നെ എനിക്ക് ഭയങ്കര ധാരാളം തന്നെയാണെന്ന് വെച്ചിട്ട് അവൾ മതിയാക്കി. അപ്പം നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ശംഖുമുഖത്തിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ ഇവിടെയും കളിക്കാനുള്ള എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഒരു കൊച്ചുകുട്ടി ഉള്ളത് കൊണ്ട് കൊച്ചുകുട്ടീനെ കളിപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്, വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. എത്രമാത്രം ഞങ്ങൾ സന്തോഷത്തിലാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഞങ്ങൾ ഹാപ്പിയാണ്. ഇത് ചിലപ്പോൾ ഇതൊരു ചെറിയൊരു യാത്ര തന്നെയായിരിക്കും. ഒരു ദിവസത്തെ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമൊന്നും അല്ല. എങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ ഇത്രയും മറക്കാൻ പറ്റാത്ത കുറേയധികം ഓർമ്മകളും കണ്ട കാഴ്ചകളും ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്രത്തോളം ഇതൊരു മെമ്മറി തന്നെയാണ്. വേറെന്താ, ഭയങ്കര സന്തോഷം, നല്ല ഹാപ്പി ആയിരുന്നു, അടിച്ചു പൊളിച്ചു. കുറേ വർഷത്തിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. ദിവസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി മാറ്റി. അങ്ങനെ സൂപ്പറായിരുന്നു. നമ്മളിതാ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി രാമചന്ദ്ര വന്നിട്ടുണ്ട്. എവിടെ പോയാലും ലാസ്റ്റ് എത്തുന്ന രാമചന്ദ്ര. ഇവിടെ വന്നില്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല. നമ്മളിപ്പം രാമചന്ദ്രത്ത് കഴിക്കണം. സമയം 7 മണിയൊക്കെ കഴിഞ്ഞതാണ്. കഴിച്ചിട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വെച്ചിട്ട് വരും. നമ്മൾ രാമേന്ദ്രയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. ഈസ്റ്റ് തൊട്ട് ബസ് സ്റ്റാൻഡിലോട്ട്. അത് സ്ക്രാച്ച് ബാൻഡ്. രാമേന്ദ്രയിൽ നിന്ന് ഈസ്റ്റോട്ട് വരെ എന്തായാലും നടക്കാം. ആ തലവേദനയൊക്കെ മാറി കുറച്ച് ആഹാരമൊക്കെ കഴിച്ചപ്പോൾ. ഷിബി
അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബസ് കിട്ടി. ഞങ്ങളതായി വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യാത്ര ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.